എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ 1-ാം തീയതി വൈകിട്ട് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഫോൺ ഞാൻ സാധനം മേടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണ് പോയി. വണ്ടിക്കകത്ത് കയറി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത്. അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ആ ഫോണിലേക്ക് ഒരു കോളിട്ടപ്പോൾ ബെല്ലടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെയാണോ മിസ്സായത് അവിടെ ഓടി വന്നു, പെട്ടെന്ന് വന്ന് അവിടെ നോക്കുമ്പോൾ ഫോണേയും കണ്ടില്ല. പിന്നീട് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പം അന്ന് തൊട്ട് നമുക്ക് ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അന്ന് തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസിൽ കംപ്ലയിൻറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ വെച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവർ CIER പോർട്ടൽ എന്നൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ഈ കംപ്ലയിൻറ്റ് ലോഗിൻ ചെയ്തു. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടലിൽ ഈ ഫോണിലുള്ള സിമ്മിൻ്റെ പോർട്ടലിൽ ആരെങ്കിലും വേറൊരു സിം ഇട്ടാൽ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ അന്ന് തന്നെ CIER പോർട്ടലിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 2-ാം തീയതി വെളുപ്പിന് 3-ാം തീയതി വെളുപ്പിന് എനിക്കൊരു മെസ്സേജ് വന്നു. 2-ാം തീയതി വെളുപ്പിന് എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ആരാണ്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുക. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 10 മണിക്ക് ശേഷം വരിക, അപ്പം ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 10 മണിക്ക് പോയപ്പം അവർ ഈ ആളുടെ നമ്പർ തന്നു. ഇയാളുടെ നമ്പറിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഞാൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തിട്ട് അയാൾ പറഞ്ഞു, അത് നിങ്ങളുടെ ഫോൺ തറയിൽ കിടന്ന് കിട്ടിയതാണ്, ഞാൻ അതുകൊണ്ട് ഇങ്ങ് എടുത്തുകൊണ്ട് പോയതാണ്. ഒരു തമിഴനായിരുന്നു. പിന്നീട് അയാളുടെ നിന്ന് ആ ഫോണ് നമുക്ക് അയാൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അയാൾ പിന്നീട് 5-ാം തീയതി വൈകിട്ടായപ്പം തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പം ഈ ഫോൺ തന്നു. അപ്പോൾ CIER പോർട്ടൽ എന്നൊരു പോർട്ടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഫോൺ കിട്ടിയത്. അയാൾ തിരിച്ച് തരില്ലായിരുന്നു. നമ്മൾ വിളിച്ചപ്പോൾ അയാൾക്ക് പ്രശ്നമായെന്ന് തോന്നിയാണ് അയാൾ ഫോൺ തന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, അന്ന് ഞങ്ങൾ വൈകിട്ട് ചെയ്ത് ഒന്നാമത്തെ CIER പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ ഫോൺ നമ്മൾ ഫൈൻഡ് ഹബ് എന്നൊരു ആപ്പുണ്ട്, ഗൂഗിളിൻ്റെ അതൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ഫാക്ടറി സെറ്റിംഗ് ചെയ്യാം. അപ്പോൾ വൺസ് എപ്പോഴെങ്കിലും ഫോൺ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആർക്കും നമ്മുടെ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളായിരുന്നു ആദ്യമേ ചെയ്തത്. അപ്പം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഒരു ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ രണ്ടും പറഞ്ഞത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫോൺ തിരിച്ച് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ഇത് സിം ഇടുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ CIER പോർട്ടലിൽ കയറി അൺബ്ലോക്ക് ചെയ്യുക, ഫോൺ അൺബ്ലോക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ IMEI നമ്പറുള്ള പോർട്ടലിൽ നമുക്ക് വീണ്ടും ഒരു സിം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അൺബ്ലോക്ക് ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, നിങ്ങൾ ഏത് പോർട്ടിൽ വെച്ചാണോ ഇപ്പോൾ ഈ നമ്മളുടെ നമ്പർ ഇന്ന SIM 1 അല്ലെങ്കിൽ ഇന്ന നമ്പർ SIM 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യുന്നത്, അതേ പോർട്ടിൽ തന്നെ വേണം വീണ്ടും ഈ സിം ഇടുമ്പോൾ ഇടാൻ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സിം ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. കൂടാതെ CIER എന്നുള്ള പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ തിരിച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് ഫോൺ ഒരു പക്ഷേ തിരിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പം ഇപ്പോൾ ഒത്തിരി ഫോൺസ് മിസ്സിങ് കേസസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ ഒരാഴ്ച നടന്ന് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ മെനക്കെട്ടാൽ നമ്മുടെ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. ഓക്കെ, താങ്ക് യു.